KL13 രജിസ്ട്രേഷൻ സ്വിഫ്റ്റിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്? 2019 മോഡല്, സെക്കൻഡ് ഓണർഷിപ്പിൽ 82,000 കിലോമീറ്റർ, LXi ആണ്, ബേസ് ഓപ്ഷൻ ആണ്. ബേസ് ഓപ്ഷൻ ആണല്ലേ? എന്തെങ്കിലും ആഡ് ഓൺ ചെയ്തിട്ടുണ്ടോ? അതായത് പവർ വിൻഡോ ചെയ്തിട്ടുണ്ട്, അഡീഷണൽ ചെയ്തു. അവര് സെൻട്രൽ ലോക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സ്വാഭാവികമായിട്ടും ബേസ് മോഡൽ വാങ്ങുന്ന ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ്. വേറെ ഞാൻ പറഞ്ഞ മാതിരി വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. നമുക്ക് ഫുൾ ഓൺ ഒക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. പിന്നെ നമുക്ക് 4,20,000 രൂപയ്ക്ക് കൊടുക്കാം. ഓട്ടോ എത്രയാണ്? 82,000 കിലോമീറ്റർ. 82,000 ഓടിയിട്ടുണ്ടല്ലേ? സെക്കൻഡ് ഓണർഷിപ്പ്. 82,000 ഓടുമല്ലോ, 2019 സെക്കൻഡ് ഓണർഷിപ്പ് പെട്രോൾ. പിന്നെ പെട്രോൾ വണ്ടി ഒന്ന് ഒരു 1 ലക്ഷം അല്ലെങ്കിൽ 98,000 കിലോമീറ്റർ ഓടിയ വണ്ടി ഒന്ന് നിങ്ങളിപ്പോ ഇവിടുന്ന് എടുക്കുകയാണെങ്കിൽ വേറെ ബുദ്ധിമുട്ടൊന്നും വരില്ല. പീരീഡിക്കൽ ആയിട്ടുള്ള സർവീസ് 10,000 ചെയ്തു പോയ ഒരു വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 ലക്ഷത്തിന് മുകളിലൂടെ വണ്ടിയാണെങ്കിലും കുഴപ്പമില്ല. ഈ ഡീസൽ വണ്ടിയൊക്കെ ആണ് ഏകദേശം നമ്മളൊരു 80-90 ഓടിയ വണ്ടി എടുക്കുമ്പോൾ എന്തായാലും 1 ലക്ഷം അല്ലെങ്കിൽ 1,20,000 മേജർ സർവീസ് വരും. അതിലിപ്പോ ടൈമിംഗ് ബെൽറ്റ്, ടൈമിംഗ് ചെയിൻ കാര്യങ്ങളൊക്കെ മാറേണ്ടി വരും. പക്ഷെ എന്നാലും പ്രോപ്പർ സർവീസ് ചെയ്ത വണ്ടിയാണെങ്കിൽ നമ്മൾ പൊതുവേ നമ്മളെ ആൾക്കാർക്ക് കസ്റ്റമേഴ്സിനൊക്കെ ഉള്ള ഒരു ഡൗട്ട് എന്താ വെച്ചാൽ പെട്രോൾ വണ്ടിക്ക് മേജർ സർവീസ് 1 ലക്ഷം കിലോമീറ്റർ ഒക്കെ ആകുമ്പോൾ വരുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട്. പെട്രോൾ വണ്ടി ശരിക്കും അങ്ങനെ ഒരു സർവീസ് ഇല്ല. പീരിയഡിക്കലായിട്ട് നമ്മൾ 10,000, ഇപ്പൊ ഈ വണ്ടി ഇപ്പോ 88 ഓടിയേ, അടുത്ത 10,000 കിലോമീറ്ററിൽ ഓയിൽ സർവീസ് ചെയ്തേച്ചാൽ മാത്രം മതി. ഇതിലും വേറെ നമ്മൾ ഡീസൽ വണ്ടി മാതിരി വലിയ മെയിൻ്റനൻസ് ഒന്നും വരാനില്ല. ചെറിയ പൈസക്ക് നമുക്ക്, പിന്നെ മാരുതി വണ്ടി ആയതുകൊണ്ട് വലിയൊരു കോസ്റ്റും വരില്ല, ചെറിയ പൈസക്ക് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ 4,25. അപ്പൊ പ്രോപ്പർ മെയിൻ്റനൻസും സർവീസും ഒക്കെ ചെയ്ത വണ്ടിക്ക് എത്രയാണ് റേറ്റ് വരുന്നത്? 4,25. 4,25,000 ലോൺ കൊടുക്കുക അല്ലേ? ഫുൾ ലോൺ തന്നെ നമുക്ക് കൊടുക്കാം. ഫുൾ ലോൺ കൊടുക്കാം. 4,25,000. 2019 മോഡൽ സ്വിഫ്റ്റ്.